സാക്ഷികളുടെ സമൂഹത്തിൽ നിൽക്കുന്ന ചിലരെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആ സാക്ഷികളുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാള് നിങ്ങളുടെ ശ്രദ്ധ ധരിച്ച് ഇയ്യോബിനെ അവിടെ കാണാം. സാക്ഷികളുടെ ഒരു സമൂഹത്തിൽ ഇയ്യോബ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ പേരെന്തുവാ? അവരുടെ പേര് സാക്ഷികളുടെ വലിയ സമൂഹം. ഈ പേരവർക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇവർക്ക് എല്ലാവർക്കും സാക്ഷി പറയാനുള്ളവര് അവിടെ എത്തിച്ചേർന്നെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും പറയാനുള്ള സാക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ ഇവർ എത്തിയിരിക്കുന്നത്. യോബിനോട് ചോദിച്ചാൽ യോബിന്റെ സാക്ഷ്യം നമുക്കറിയാം. എന്റെ സമ്പത്തെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി. എന്റെ ദാസന്മാരെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി. എന്റെ 10 മക്കളും ഒരു ദിവസം തന്നെ അപകടത്തിൽപ്പെട്ട് ചതഞ്ഞ് അരഞ്ഞ് അവർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്റെ ശരീരവാസകലം വ്രണം ബാധിച്ച് ഞാൻ അതിവേദനപ്പെട്ട് ഞാൻ കഴിയേണ്ടി വന്നവനാ. എന്റെ ഭാര്യ പോലും ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിക്കാൻ എന്നോട് പറഞ്ഞ് എന്നെ അടുക്കുന്ന സമയമുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ വന്ന എന്റെ സ്നേഹിതന്മാർ പോലും ആശ്വസിപ്പിക്കാൻ പകരം കുത്തുവാക്ക് വളർന്ന് എന്നെ വേദനിപ്പിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് നടുവിലോ ഞാൻ മടുത്തു പോയില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, അവരെന്നെ കൊന്നാര് ഞാൻ അവരെ തന്നെ കാത്തിരിക്കോ. ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അവരോട് പൊടിമേ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ എന്റെ വീണ്ടെടുപ്പുകാരെ കാണും. അന്യനല്ല, എന്നെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവരെ കാണും. എന്നെ തൊക്കിങ്ങനെ ക്ഷയിച്ച് ദ്രവിച്ച് അതില്ലാതായി തീർന്നാരോ എന്റെ വീണ്ടെടുപ്പുകാരൻ വെളിപ്പെടുന്ന അവസരത്തിൽ ഞാൻ അവരെ കാണുമെന്നുള്ള ഉറപ്പോടുകൂടെ ഞാൻ പിടിച്ചു നിന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റും. ആ സാക്ഷികളുടെ സമൂഹത്തിൽ വേറാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുക. യോസേപ്പിന്റെ സാക്ഷ്യം എന്താ? യോസേപ്പിന് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. എന്റെ സഹോദരന്മാർ എനിക്കെതിരായി തിരിഞ്ഞു. അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചവരാ. അവരെന്നെ പൊട്ടക്കിണറ്റിട്ടവരാ. അവരെന്നെ കാശ് മേടിച്ച് എന്നെ അടിമയാക്കി വിറ്റവരാ. ഞാൻ ചെന്ന മിസ്രയിൽ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് സമാജ കർമ്മണ അറിയാത്ത കുറ്റം എന്റെ മേൽ ചുമത്തി. ഒരു ദുഷ്ടസ്ത്രീ എന്റെ മേൽ അപവാദം ചുമത്തി. അത് നിമിത്തം എല്ലാവരുടെ കണ്ണിന് മുമ്പിൽ ഞാൻ നിന്നതിനായി